അതീവ ദുഷ്കരമായ ഒരു രക്ഷാദൗത്യത്തിനാണ് ഇപ്പോൾ നാട് സാക്ഷ്യം വഹിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരൻ ജോയി ആമയിഴഞ്ചാന്തോട്ടിൽ വീണുപോയിട്ട് ഇപ്പോൾ മണിക്കൂർ 2 കഴിയുകയാണ്. വലിയ മാലിന്യക്കുമാരം, ടൺ കണക്കിന് മാലിന്യം ഈ ആമയിഴഞ്ചാന്തോട്ടിലുണ്ട് എന്നുള്ളതാണ് കാഴ്ചയിൽ തന്നെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ്. നേരത്തെ നമ്മൾ കണ്ടു, ആ ഒരു ടണലിന് ഉള്ളിൽ ജോയി ഉണ്ടോ എന്ന പ്രതീക്ഷയിൽ അതിനുള്ളിൽ കയറി ഒരു പരിശോധന നടത്താൻ കഴിയാത്തവണ്ണം അട്ടിയടുങ്ങി കിടക്കുകയാണ് അവിടെ ഈ പ്ലാസ്റ്റിക്കും സോളിഡ് വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ. അതിനി എങ്ങനെ മാറ്റിയതിനു ശേഷം അകത്തേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് തോന്നുന്നു രക്ഷാപ്രവർത്തകരുടെ ആലോചന. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, നമ്മൾ നേരത്തെ അവർ കയറുന്നത് കണ്ടായിരുന്നു. എന്താണ് ഇനി അടുത്ത പ്ലാൻ ഷഫീദ്? ആ മാലിന്യക്കൂമ്പാരം നീക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം, ആമയിഴഞ്ചാന്തോട്ടിൽ ഈ മാലിന്യം തിരുവനന്തപുരം അറിയാവുന്നവർക്ക് ഒരു പുതിയ കാഴ്ചയല്ല. അവിടെ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ അട്ടിയടിക്കുക മാലിന്യങ്ങൾ അവിടെ ഇങ്ങനെ എല്ലാ കാലവും കിടക്കാറുണ്ട്. അടുത്തുകൂടി പോകാൻ പറ്റാത്തവണ്ണം വലിയ ദുർഗന്ധം വമിച്ചുകൊണ്ട് അതിങ്ങനെ ഒഴുകാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ അഴുക്ക് മാത്രമേ കാണാറുള്ളൂ. അതിന് അടിയൊഴുക്കുണ്ടോ എന്നുള്ള കാര്യമൊന്നും ഒറ്റ നോട്ടത്തിൽ വ്യക്തമാവില്ല. അടിയൊഴുക്കുണ്ട് എന്ന് നേരത്തെ ഷഫീദ് പറയുകയായിരുന്നു. അതടക്കം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുന്നത്. ഇപ്പോൾ തൂമ്പ ഉപയോഗിച്ചുകൊണ്ട് ആ വേസ്റ്റുകൾ ഒരു സൈഡിലേക്ക് മാറ്റുന്ന രക്ഷാപ്രവർത്തനം നമ്മൾ കാണുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഹിറ്റാച്ചിയോ JCB ഒന്നും കൊണ്ടുവന്ന് മാറ്റാൻ കഴിയുന്ന ഒരു ടെറൈനല്ല അത്. ഓൾമോസ്റ്റ് പ്രാക്ടിക്കൽ അല്ല എന്ന് തന്നെ കൃത്യമായി തന്നെ പറയാം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വേസ്റ്റ് അവിടെ ഒന്ന് മാറ്റി ടണലിനുള്ളിൽ കടക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, അങ്ങേയറ്റം ദുഷ്കരമായ രക്ഷാ പ്രവർത്തനത്തിൻ്റെ മണിക്കൂറുകളാണ്. ഏത് രീതിയിൽ ടണലിനുള്ളിൽ കടക്കാൻ കഴിയുമെന്നാണ് രക്ഷാപ്രവർത്തകരുടെ ശ്രമം? ഹരി. ഹാഷ്മി, ഇത്തരത്തിൽ തന്നെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഇവിടുത്തെ ഈ ആമയിഴഞ്ചാന്തോട്ടിലെ ഈ മാലിന്യങ്ങളൊക്കെ ഏകദേശം മാറ്റിക്കഴിയും തോറും മാലിന്യങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു മറുവഴി തേടുകയാണ് ഈ ഫയർഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ആമയിഴഞ്ചാന്തോടിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ ഒരു ടണലുണ്ട്. ആ ടണൽ ചെന്ന് ചേരുന്നതെന്ന് പറയുന്നത് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഡ്രെയിനേജിലേക്കാണ്. അവിടുത്തെ ഈ സ്ലാബ് മാറ്റി അത്തരത്തിൽ അവിടെ ഒരു പരിശോധന കൂടി ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതിനടിയിൽ തന്നെ ഒന്ന് രണ്ട് പേർ ഇതിനടിയിൽ തന്നെ കയറി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഫയർഫോഴ്സിന് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യ കൂമ്പാരം തന്നെയാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആമയിഴഞ്ചാന്തോട്ടിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ കാണുന്നതിനപ്പുറമുള്ള മാലിന്യം അത് കൂമ്പാരമായി നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒരു നെറ്റ് ഉപയോഗിച്ച് കയറിന്റെ ഒരു നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യം നീക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആദ്യം അവർ ഒരു പരിഹാര മാർഗമെന്നോണം ചെയ്തത്. അത് മാറ്റിയതിനു ശേഷം വീണ്ടും ഈ തരത്തിൽ പ്ലാസ്റ്റിക്കും മറ്റ് പേപ്പറുകൾ, മറ്റു കാര്യങ്ങൾ, മറ്റു വേസ്റ്റുകളെല്ലാം കൂടി വരുന്ന ഒരു സാഹചര്യം. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ടണൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ വന്നടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളെല്ലാം ഇവിടെ കെട്ടി നിൽക്കുകയാണ്. ഇത് കോരി മാറ്റുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് ഈ രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, ദുഷ്കരമാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ ഒരു മറുവഴി തേടുകയാണ് ഫയർഫോഴ്സ് എന്ന് വേണം പറയാൻ. അതായത് അപ്പുറത്തെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ, അതായത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെയുള്ള ഡ്രെയിനേജ് നീക്കി അവിടെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തകൻ നമ്മളോട് പറഞ്ഞ, ഈ ഫയർഫോഴ്സിലെ ഒരാൾ നമ്മളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഇതിനകത്ത് തങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 3 മണിക്കൂറോളമായി ഈ രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നുള്ളതാണ്. ഇന്ന് രാവിലെ ശക്തമായി മഴ പെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. അല്പം സമയം മുമ്പ് മേയർ പോലും നമ്മളോട് പ്രതികരിച്ചത് ഈ റെയിൽവേ കൊടുത്തൊരു പ്രവൃത്തിയാണിത്. അതായത് റെയിൽവേയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ റെയിൽവേ നൽകിയ ഈ വേസ്റ്റ് കോരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വേസ്റ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നൽകിയ ഒരു പ്രവൃത്തിയാണ്. അത് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു പ്രവൃത്തി കൂടിയല്ല. പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് ഈ തൊഴിലാളികൾ ഇതിലേക്ക് ഇറങ്ങിയതെന്ന് അറിയില്ല എന്ന തരത്തിലാണ് ആ മേയർ നമ്മളോട് പ്രധാനമായും പറഞ്ഞൊരു കാര്യം. അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഈ കോർപ്പറേഷനിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം നഗരത്തിന്റെ മേൽപ്പാലമാണ്, മേൽപ്പാലത്തിന്റെ ഒരു സ്ലാബ് ഇളക്കി ഈ ടണലിനുള്ളിലേക്ക് ഇറക്കാൻ ഒരു നീക്കം നടക്കുന്നു. ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, ഇതിപ്പം നേരത്തെ ഷഫീദ് പറഞ്ഞ പോലെ അടിയൊഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒഴുകി നീങ്ങാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കൂടി പരിശോധന എന്നൊരാലോചനയിലേക്ക് പോകുന്നുണ്ടോ ഫയർഫോഴ്സ്? ഷഫീദ്.
ഹഷ്മി, അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നതാണ് ആ സാധനം. അതായത് നമ്മൾ ഈ ആദ്യ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് ഈ പ്ലാറ്റ്ഫോമിന് അപ്പുറത്ത് അതാണ് അപകടം നടന്ന സ്ഥലം. അവിടെയാണെങ്കിൽ സ്വാഭാവികമായും അവിടേക്ക് ഈ മാലിന്യ നീക്കം സാധ്യമാകുന്നില്ല, മാലിന്യത്തിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇനി ഇവിടെ ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും ഇടയിൽ ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് ഇരുമ്പ് കൊണ്ടുള്ള സ്ലാബുകളുണ്ട്. അത് ഈ ടണലിനകത്തേക്ക് പോകുന്നതാണ്. അത് ഇളക്കി മാറ്റിക്കൊണ്ട് അകത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെയിൽവേ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ഒരു ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് അടിയിൽ കൂടിയാണ് ഈ ടണൽ പോകുന്നത്. അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ ഈ മാലിന്യത്തിനിടയിലും ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കാര്യം. പക്ഷെ അപ്പോഴും അക്കാര്യത്തിലും പൂർണ്ണ അർത്ഥത്തിൽ അവർ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അങ്ങനെ ഇറങ്ങിയാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ അതിന് മുൻപിലുള്ള ഭാഗം അവിടെ നിന്ന് ഏതാണ്ട് ഒരു 20 മീറ്റർ ഉണ്ട്, ആ ഭാഗത്തേക്ക് അതുണ്ടോ, അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനകത്ത് വലിയ മാലിന്യം ഉണ്ടാകാം. അങ്ങനെ ഒരു സംശയം റെയിൽവേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ അവർക്കൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ രീതിയിലും ഒരു ശ്രമം പാളിപ്പോയാൽ സ്വാഭാവികമായും വീണ്ടും സമയനഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു വശത്തേക്ക്, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 4 സമീപത്തുള്ള ഒരു സ്ലാബ് ഇളക്കാനുള്ള നീക്കം അത് പരിശോധിക്കാൻ വേണ്ടി 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഏതായാലും കൂടുതൽ രക്ഷാപ്രവർത്തന ദൗത്യം അത് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. കൂടുതൽ എഫോർട്ട് ഇട്ടൊരു ദൗത്യം അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. തൊട്ടപ്പുറത്ത്, അതായത് ആ ഭാഗത്താണ് ഈ പ്ലാറ്റ്ഫോം നമ്പർ 4 and 3 ഉള്ളത്. അപ്പോൾ അതിന്റെ നടുവിലും സമാനമായ രീതിയിലൊരു സ്ലാബ് ഉണ്ട്. അപ്പോൾ ആ സ്ലാബാണോ ഈ സ്ലാബ് ഇളക്കിയാലാണോ അകത്തേക്ക് വേഗം ഇറങ്ങാൻ കഴിയുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. 10 മണിക്ക് ഏതാണ്ട് 10:10 ഉണ്ടായ അപകടമാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 1 മണി 1:45 അടുക്കുന്നു, 1:35 ആകുന്നു. അപ്പോൾ ഇത്രയും സമയമായിട്ടും തിരുവനന്തപുരം നഗരത്തിലാണ്, ഈ നഗരത്തിലുണ്ടായിരിക്കുന്ന ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനം സാധ്യമായില്ല എന്നുള്ളത് സ്വാഭാവികമായും അതൊരു ചലഞ്ചിങ് കാര്യമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഷഫീദ്, ഇവിടെ ഈ പഴി ആർക്ക് എന്നതിലുള്ള ചർച്ചകൾ തുടങ്ങുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ പറയുകയാണ് അപകടത്തിൽപ്പെട്ട ജീവനക്കാരനുമായി ബന്ധമില്ലെന്ന് പറയുന്ന ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ പറയുന്നു. തോട് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കും മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനുമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തോട് വൃത്തിയാക്കിയത് നഗരസഭയാണ്. റെയിൽവേ മാലിന്യങ്ങൾ തോട്ടിലേക്ക് തള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും ഒരു വശത്തു കൂടി ഉത്തരവാദിത്തം ആർക്ക് എന്ന വരും മണിക്കൂറുകളിലെ ചർച്ചകൾക്കുള്ള ഇന്ധനം ആരൊക്കെയോ പകരുന്നുമുണ്ട്. ഷഫീദ്, ഹഷ്മി, നമ്മൾ ഈ ഘട്ടത്തിൽ ഹഷ്മി മുൻപ് സൂചിപ്പിച്ചു, നമ്മൾ ആ തർക്കത്തിലേക്കൊന്നും പോകുന്നില്ല. അവർ എന്തോ പറയട്ടെ അക്കാര്യത്തിൽ. നമുക്കത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യജീവനാണ്. അതിനപ്പുറത്തേക്ക് പഴി അങ്ങോട്ടും ഇങ്ങോട്ടും ചാരും. കാരണം ഇതിനകത്ത് വീഴ്ചയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഹഷ്മി. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളൊക്കെ നിത്യേന ഈ തിരുവനന്തപുരം നഗരത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു കുറഞ്ഞൊരു 10 തവണയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ജോലിയുടെ ഭാഗമായി നമ്മളൊക്കെ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ അവസാന നിമിഷം ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ ആരുടെ തലയിൽ കൊണ്ടുവയ്ക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളാനുള്ള ഒരുതരം ശ്രമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അവിടെ നിൽക്കട്ടെ ഹഷ്മി, ഹഷ്മി നേരത്തെ സൂചിപ്പിക്കുന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തന തന്നെയാണ് ഫയർഫോഴ്സിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ കാടടച്ചവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ, എന്തെങ്കിലും ഒരു പഴിയുണ്ടോ, എന്തെങ്കിലും ഒരു പഴുത് അക്കാര്യത്തിനകത്തുണ്ടോ എന്നുള്ളത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പാടുപെടുന്നുണ്ട്. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള ഒരു അപ്രസിയേഷൻ അവർ അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും തടസ്സമാണ്, അവർക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ കുറച്ച് മുൻപ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓടിപ്പോയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിച്ചു, ചേട്ടാ എന്താ ഈ കാര്യം, എന്തെങ്കിലും ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? പുള്ളി പറഞ്ഞാണ്, ഞങ്ങൾക്കൊരു ധാരണയില്ല ഈ സ്ട്രക്ചർ സംബന്ധിച്ച്. ആ ധാരണ ഉണ്ടാക്കിയാൽ ഉടൻ ചെയ്യാൻ പറ്റാവുന്നതിന്റെ പോസിബിലിറ്റിയിൽ സകലം ഞങ്ങൾ ചെയ്യും. പക്ഷേ ഈ സ്ലാബ് നീക്കി അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വീണ്ടും തടസ്സമാകുമോ, അതല്ലെങ്കിൽ സ്ലാബ് നീക്കി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയാൽ വീണ്ടും അവിടെ മാലിന്യമാണെങ്കിൽ അവിടെ ഈ ചെളികളും ചേറും കെട്ടിയിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ദയനീയമായി നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന അത്ര മാക്സിമത്തിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരു അർത്ഥത്തിലും ഇതിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇപ്പോൾ വീണ്ടും പഴയ പടിയിലേക്ക് ആദ്യം നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയ സമാനമായ സ്ഥലത്തേക്ക് കൂടി ആളുകൾ ഇറങ്ങി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ലക്ഷ്മി. കാരണം ഇപ്പോൾ റെയിൽവേ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ, അത് ട്രെയിൻ വൈകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. കാരണം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ കൂടുതൽ സമയം അതുമായി ബന്ധപ്പെട്ട് വേണം. മാത്രമല്ല ഈ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഇതിനകത്ത് സമയമെടുക്കലാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഇറങ്ങി പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും വലിയ എഫേർട്ട് വേണ്ട ഒരു പരിപാടിയാണ് ഹഷ്മി. കാരണം ഉറപ്പായും അത് മനുഷ്യസാധ്യമായതിന്റെ പരമാവധി ശ്രമം എന്ന് നമ്മൾ പറയുമ്പോഴും ഫയർഫോഴ്സ് ചെയ്യാൻ കഴിയാവുന്നതിന് പരമാവധി ചെയ്യുന്നു എന്ന് പറയുമ്പോഴും സമയം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഷഫീദ്, 10:10 അപകടമാണ്. ഇതാ ഇപ്പോൾ സമയം 2 മണി ആകാനും പോകുന്നു. ഷഫീദ്, ഒരു മനുഷ്യനാണ്
അശ്മി, അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ എങ്ങനെ ഈ രക്ഷാപ്രവർത്തനം നടത്തി, ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ, ഫയർഫോഴ്സിന്റെ ബോട്ടടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അശ്മി, നമുക്ക് ഇതിന്റെ ഒരു തീവ്രത നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇതാണ് ഈ ഫയർഫോഴ്സ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ക്യാമറ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് കുറച്ചുകൂടി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഗേറ്റിലൂടെ മാലിന്യം തടഞ്ഞു നിൽക്കും. പക്ഷേ ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ ഈ മാലിന്യം ഇവിടെ ഒരു കൂമ്പാരമായി തന്നെ നിൽക്കുന്ന കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടേക്കാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും എന്താണ് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളത് നമുക്ക് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു നീക്കം അവർക്ക് എന്താണ് നടത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ഇവർ പണിപ്പെട്ടു, ഫയർഫോഴ്സ് കാര്യമായി പണിപ്പെട്ടു. ഫയർഫോഴ്സ് അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും അവർ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും അവർക്ക് എന്ത് ചെയ്യാൻ ഇക്കാര്യത്തിൽ കഴിയുമെന്നുള്ളതാണ് അതിൽ അവർ ഏറ്റവും കാര്യമായി നോക്കുന്നൊരു കാര്യം. സാർ, ഇതിപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് അടുത്തൊരു വഴി എന്താണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഈ മാലിന്യം ഇപ്പോൾ നീക്കുന്നുണ്ട്. ഈ മാലിന്യ കൂമ്പാരം നീക്കിയതിന് ശേഷം നമ്മൾ അടുത്ത നടപടികളിലേക്ക് കിടക്കും. കാരണം മറുഭാഗത്തേക്ക് പോയി ടീം സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് സെർച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്ലാബിന്റെ അത് നോക്കിയിട്ടാണോ? അവിടെ നോക്കുന്നു. അവിടെ ഒരു നെറ്റുണ്ട്, അവിടെ ക്ലോസിംഗ് ആണ്. അപ്പോൾ ആ ഭാഗത്ത് നോക്കിയതിന് ശേഷം ഈ മാലിന്യം ഉടൻ തന്നെ JCB കൊണ്ടുവന്നതിനെ മാറ്റും. നമുക്ക് ഇതിലേക്കൂടെ ടണലിലൂടെ ഇപ്പം ഇറങ്ങാൻ കഴിയില്ല. ഇപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. ഏകദേശം 10-25 മീറ്ററോളം സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇത് അവസാനം നിർത്തിവെച്ചിരിക്കുന്നത്. ഉടൻ തന്നെ വീണ്ടും അത് പുനരാരംഭിക്കുന്നത്. സംശയമാണ് സാർ, നമ്മളിപ്പോൾ ഇതിന്റെ അടിഭാഗമുണ്ടല്ലോ, അവിടേക്ക് ഈ മാലിന്യം ഉണ്ടോ കാര്യമായിട്ട്? മാലിന്യം അടിഭാഗത്തില്ല, ഇവിടെയാണ് കെട്ടിക്കിടക്കുന്നത്. ആ മുഖത്തൂടാണ് നമുക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. എന്നിട്ടും വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഒരു ടീം ദൃശ്യങ്ങൾ കണ്ടു പോയി കണ്ടിട്ട് അവർക്ക് ആളിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആള് ചിലപ്പോൾ നമ്മളിപ്പോൾ മാലിന്യം മൂടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടോ എന്ന് അറിയില്ല. നമുക്കിനിയിപ്പോൾ ഇത് മാലിന്യം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മാലിന്യ കൂമ്പാരം ഒരു മല പോലെ കിടപ്പുണ്ട്, അതിനിടയിൽ തന്നെ അയാൾ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഹഷ്മി, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ വീണ്ടും നമ്മൾ നിന്ന് ആ പഴയ സ്ഥലത്ത് തന്നെ സ്ക്യൂബ ടീം എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സിന്റെ മറ്റാളുകൾ എത്തിയിട്ടുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട് ചില ശ്രമങ്ങൾ, ചില ശ്രമകരമായിട്ടുള്ള ദൌത്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. നമുക്ക് ഒരു പ്രതികരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് തേടാം. നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നില്ല, പക്ഷേ നമുക്ക് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നോക്കാം. ചേട്ടാ, ഇത് ഇപ്പൊ എന്താ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഉള്ളിലേക്കാണോ? ഉള്ളിലേക്ക് ഇപ്പൊ കയറാൻ പറ്റുന്ന പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഡൈവ് ചെയ്തായിരുന്നു, ഇപ്പൊ ഡൈവ് ചെയ്തു. പക്ഷെ മൊത്തവും വേസ്റ്റ് ആയത് നമ്മുടെ ഈ ശരീരത്തിൽ അത്രയും വേസ്റ്റ് ഉണ്ടല്ലോ. ഈ പൊങ്ങി നിൽക്കുന്ന ഈ മൊത്തം വേസ്റ്റ് ആണ്, ഹാർഡ് വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് ഞങ്ങളിപ്പോ സൈഡ് കുറച്ച് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഡൈവ് ചെയ്യപ്പോഴും അകത്ത് മൊത്തം വേസ്റ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം ഏത് രീതിക്കാണ് പോയത്? പക്ഷെ നമുക്ക് ഉള്ളിലോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ടണലിന് എത്ര മീറ്റർ ഉണ്ട് അപ്പുറത്ത് കണക്കുന്നത് അറിയാമോ? ഏകദേശം ഇവിടെ നിന്നുള്ള അളവ് ദൂരമാണ്. ഏകദേശം ഒരു 200 മീറ്ററോളം ദൂരം ഉണ്ടാവും. മൊത്തം നമ്മൾ ഈ വേസ്റ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമോ, അതോ തട്ടി വേസ്റ്റ് തന്നെയാണ് ഈ കാണുന്നത് തന്നെയാണ്. ഇതിൽ കുറേശ്ശെ അകത്തേക്ക് പോകുന്നു. അവിടെ ഒരു ബാരിക്കേഡ് ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് നിപ്പുണ്ട്. ബാക്കിയെല്ലാം എന്താ ആ ബാരിക്കേഡ് കവിഞ്ഞ് വരുന്നതാണ് ഈ വേസ്റ്റ്. നല്ല വേസ്റ്റാണ്. ആള് പോയ സമയത്ത് ഒഴുക്കായിരുന്നു. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും നല്ല ഒഴുക്കുള്ള സമയമായിരുന്നു. അപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് വേസ്റ്റ് മാറ്റാ. അപ്പോൾ ഇനി ഒരു നെറ്റ് കൂടെ വന്നിട്ട് ബാക്കി നിൽക്കുന്ന ആ വേസ്റ്റ് കൂടെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ബാക്കി ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്യാനുള്ള ശ്രമമാണ്. തടസ്സമായത് ഈ വേസ്റ്റ് തന്നെയാണല്ലേ? വേസ്റ്റും ഈ വെള്ളത്തിന്റെ ദുർഗന്ധം നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും മനസ്സിലുണ്ടോ? അടിയൊഴുക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഒഴുക്ക് കുറഞ്ഞായിരുന്നു. ഈ മഴയുടെ ഒഴുക്കുണ്ടായിരുന്നു, ഇപ്പൊ വലിയ പ്രശ്നമില്ല. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ വേസ്റ്റ് നീക്കിയിട്ട് വേസ്റ്റ് മാറ്റാതൊന്നും നടപടിയില്ല. വേസ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ ഒരു തൊഴിലാളിയാണ് ഇപ്പൊ ഇതാക്കുന്നത്, മിസ്സിംഗ് ആയിരിക്കുന്നത്. പണികൾ നടക്കട്ടെ. ഹഷ്മി, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രമകരമായ ദൌത്യം ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് നമ്മൾ ഹഷ്മി, നമ്മൾ ഈ കാഴ്ചയിൽ കാണുന്ന ഒരു അതല്ല, അപ്പുറത്തേക്ക് തീവ്രതയിൽ ഇതുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് അതിനകത്തുണ്ട് എന്നുള്ള തർക്കമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ വേസ്റ്റ് ഈ രീതിയിൽ കിടക്കുന്നതുകൊണ്ട് അവർക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അതിനും അപ്പുറത്തേക്ക് ഭയങ്കരമായ ദുർഗന്ധം അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ വകവെച്ചിട്ടാണ് ഈ തിരുവനന്തപുരത്തെ സ്ക്യൂബ ഡൈവിംഗ് ടീം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഹൗസിംഗ് ബോർഡ് അവിടുത്തെ സ്ക്യൂബ ഡൈവിംഗ് ടീം വളരെ പ്രഗത്ഭരായ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ഇത് കിട്ടിയതാണ്. അവർ പോലും ഇറങ്ങി അവർക്ക് ശ്രമിക്കാൻ കഴിയാവുന്നതിന്റെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ വേസ്റ്റ് മാറ്റാതെ ഇതിനകത്തേക്ക് ഇനി ഒരു രക്ഷാപ്രവർത്തനം
രക്ഷാപ്രവർത്തനത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും താഴെ ചെളിയൊക്കെയാണ് ഹാഷ്മി. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്ക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ അവരെ സംബന്ധിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ നിന്നുകൊണ്ടാണ് അവർ ഈ രീതിയിലുള്ള ശ്രമകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമിറ്റിയിൽ അവർ ചെയ്യുന്നുണ്ട്. അവരെല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ ടണലിനകത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അവരുടെ രക്ഷാപ്രവർത്തനം അവർ ഇനിയും തുടരും. അവർ പറയുന്നത് ഒരു നെറ്റ് കൂടെ വന്നതിന് ശേഷം ആ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള, ഇപ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും ഹാഷ്മി, ആ ദൃശ്യങ്ങളിൽ കാണുന്ന വേസ്റ്റ് അപ്പാടെ മാറ്റി ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിക്കുക, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് അവിടെ സെർച്ച് നടത്തുക. ഇത് മാത്രമാണ് ഒരു ഓപ്ഷനായി അവർക്ക് മുൻപിലുള്ളത്. ഇപ്പോൾ വീണ്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ടീം ഇതുമായി ബന്ധപ്പെട്ട് ഇത് നടത്തുകയാണ്, അതായത് തിരച്ചിൽ നടത്തുകയാണ്. അവരുടെ തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാൻ കഴിയും. വീണ്ടും ഇറങ്ങാൻ പോവുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഫയർഫോഴ്സിന്റെ ഈ ശ്രമം നടത്തി. ചേട്ടാ അടുത്ത് ഇറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ വേസ്റ്റ് എടുക്കാനുള്ള ശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് മാറ്റിയാൽ മാത്രമേ, ഹാഷ്മി നമ്മൾ ആദ്യം മുതൽ സൂചിപ്പിച്ചതാണ്, അത് മാറ്റിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സ്ക്യൂബ ടീമിയുടെ തെരച്ചിൽ നടത്തിയത്, പരിശോധന നടത്തിയത്. ഇപ്പോൾ അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകും. കാരണം ഈ വേസ്റ്റാണ് അവർക്ക് മുൻപിൽ തടസ്സമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് രീതിയിൽ, അപ്പോൾ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, നമുക്ക് അകത്തോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, ഡൈവ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ കൂടി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തിരക്കുകയാണ്. പുതിയ വടം ഇതുമായി ബന്ധപ്പെട്ട് എത്തിച്ചിട്ടുണ്ട്. ആ വടമടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും. ആ വടം ഉപയോഗിച്ചുകൊണ്ട് ഈ വേസ്റ്റ് പൂർണ്ണമായും നീക്കുക. വടം എത്തിച്ചിട്ടുണ്ട്, നെറ്റ് എത്തിച്ചിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ വേസ്റ്റ് ഇവിടെ നിന്ന് പൂർണ്ണമായി നീക്കുക എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ കുറച്ച് വേസ്റ്റ് മാറ്റിയത്. അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന വേസ്റ്റ് കൂടി മാറ്റണം. അത് ഈ ഒരു നെറ്റ് കൊണ്ട് മാത്രം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. പക്ഷേ അത് കുറച്ച് പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതിവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ മേഖലയിൽ അടുത്ത അവരുടെ സ്ക്യൂബ ഡൈവിംഗ് ടീം വീണ്ടും അവരുടെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുകയാണ്. ഹാഷ്മി, ഒന്നും സംഭവിക്കരുതേ, അല്ലെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ ആഗ്രഹം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിലാണ് ഇത്ര 3 മണിക്കൂറായി നീളുന്ന ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് റിസൾട്ട് ഉണ്ടാകാതെ പോയി ഇത്രയും നേരമായിട്ടും എന്നുള്ളത് സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് അതൊരു കുറ്റപ്പെടുത്തലായി പറയുകയല്ല. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവർക്ക് സാധ്യമായിട്ടുള്ള സകലതും അവർ ചെയ്തിട്ടുണ്ട്. അടുത്ത അവരുടെ ഘട്ടം, അവർക്ക് രക്ഷാപ്രവർത്തനം അവർ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഫയർഫോഴ്സ് അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഏതൊക്കെ തരത്തിൽ പഴുതിൽ കൂടി എങ്ങനെയെങ്കിലും ടണലിലേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് മനുഷ്യ സാധ്യമാകുന്നതിന്റെ പരമാവധി മാക്സിമം അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതൊരു പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. മേയർ ആര്യാചന്ദ്രൻ അവിടെ തന്നെ ഉണ്ട്, ചോദിക്കുന്നുണ്ട് ഫയർഫോഴ്സിനോട് രക്ഷാപ്രവർത്തന നീക്കങ്ങളെക്കുറിച്ചൊക്കെ. എന്തായാലും എത്രയും പെട്ടെന്ന് ജോയ് എന്ന് പറയുന്ന കരാർ തൊഴിലാളിക്കാരനെ ജീവനോടെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാനിലേക്ക്